വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയമണ്ട് കട്ട്സ് ആണ്. അതും ഗോതമ്പ് പൊടി കൊണ്ടുള്ളത്. അത് മധുരമുള്ളതും ഉണ്ട്, എരിവുള്ളതുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എരിവുള്ളത്. അതിനുവേണ്ടി 2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. കസ്തൂരി മേത്തി 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1 നുള്ള്. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. 1 ടീസ്പൂൺ നെയ്യ്. 1/2 ടീസ്പൂൺ എള്ള്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. പതിനഞ്ച് മിനിറ്റോളം മാവിരുന്നു. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം. കസ്തൂരി മേത്തി ഇതിനകത്ത് ചേർക്കാൻ നേരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർക്കാമെങ്കിൽ അതാണ് നല്ലത്. അരികിങ്ങനെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഈ അരി കട്ടിക്കേണ്ടത് ഇങ്ങനെ പോകും. ഇനി ഇങ്ങനെ ചരിച്ച് വേണം. ഷേപ്പ് അല്ലാതുള്ളതാണ് ഈ മുകളിലുള്ളത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചരിച്ച് വേണം കട്ട് ചെയ്ത് പോകണം. ഒട്ടിയിരിക്കും. അതിങ്ങനെ ഒന്ന് വിളർത്തിയെടുത്താൽ മതി.
കട്ട് ചെയ്യുന്നത് അപ്പോഴപ്പോഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തോണം. അല്ലെങ്കിൽ കിടന്ന് ഒട്ടിപ്പോകുന്നത്. എല്ലാം അകത്ത് കിട്ടണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് തീ കൊടുക്കാം. ഇനി നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് പോരാം. എന്താ കുമ്മളിച്ച് വരുന്നു, നന്നായിട്ടുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ കിളിങ്ങുന്നുണ്ട്, അതാണ് പാകം. നമുക്ക് കോരിയെടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ.